പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 119 സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അങ്ങയുടെ വചനത്തെ പറ്റി ധ്യാനിക്കുവാൻ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തകൻ പറയുകയാണ്, അങ്ങയുടെ വചനത്തെ പറ്റി ധ്യാനിക്കുവാൻ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. അതെ, കർത്താവിൻ്റെ വചനത്തെ പറ്റി ധ്യാനിക്കുവാനായിട്ട്, കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമ്മുടെ ഹൃദയം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ വചനം നമുക്ക് വേണ്ടി പങ്കുവെച്ച് തരുന്നത് പ്രശസ്ത വചനപ്രഘോഷകനും ദൈവശാസ്ത്ര പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. തലശ്ശേരി അതിരൂപതയിലെ ദൈവശാസ്ത്ര പഠന കേന്ദ്രമായ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു. നമുക്കറിയാം, ഷാലോം ടി വിയിലെ തിയോളജിയ പ്രോഗ്രാം നമുക്ക് വളരെ സുപരിചിതമാണ്. അതുപോലെ മറ്റു വചന ശുശ്രൂഷകളെല്ലാം അച്ഛൻ്റെ ഷാലോം ടി വിയിലൂടെ നമ്മൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് വലിയ സ്നേഹത്തോടെ അച്ഛനെ ഈ വചനവേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഏറെ സ്നേഹത്തോടെ കരങ്ങളടിച്ച് ബഹുമാനപ്പെട്ട അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. ഒന്ന് വലതുകരം ഉയർത്തി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ചത് അങ്ങയെ അറിഞ്ഞ് സ്നേഹിച്ച് അങ്ങയുടെ പ്രമാണം പാലിച്ച് നിത്യജീവിതത്തിൽ എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അവിടുത്തേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വലിയ പദ്ധതിയുടെ അർത്ഥവും ആഴവും അറിയുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ സ്വർഗത്തിലെത്തുന്നില്ല എങ്കിൽ ഞങ്ങൾ അധ്വാനിച്ചത് അത്രയും പാഴായിപ്പോയി. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലെത്തുന്നില്ല എങ്കിൽ ദൈവമേ, ഞങ്ങളുടെ കുടുംബജീവിതം പാഴായിപ്പോകും. ഞങ്ങളുടെ ജീവിത പങ്കാളി സ്വർഗത്തിലെത്തുന്നില്ല എങ്കിൽ ദൈവമേ, ഞങ്ങളുടെ ദാമ്പത്യം അർത്ഥശൂന്യമാകും. എല്ലാറ്റിനെയും അർത്ഥപൂർണമാക്കുന്ന അവിടുത്തെ സ്വർഗത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടവളെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, ഈ രാത്രി ജാഗരണ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ച്. സ്വർഗം നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം അതാണ്, അല്ലേ? സാധാരണ മറ്റ് പല സഭാവിഭാഗക്കാർ ചോദിക്കാറുണ്ട്, സഹോദര, ഇപ്പോൾ മരിച്ചാൽ സ്വർഗത്തിൽ പോവുമോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. പലപ്പോഴും നമ്മളിൽ പലരും പറയേ, ഞാൻ ആ ടൈപ്പല്ല എന്ന് പറയും. അങ്ങനെ സ്വർഗത്തിൽ പോകുന്ന രക്ഷിക്കപ്പെട്ടവരാണ്. സഹോദര, നീ രക്ഷിക്കപ്പെട്ടവനാണോ, രക്ഷിക്കപ്പെട്ടവളാണോ എന്നൊക്കെ ചിലർ നമ്മുടെയൊക്കെ വീടുകളിൽ കയറി വന്ന് ചോദിക്കുമ്പോൾ കത്തോലിക്കർ പൊതുവെ പറയുന്നത് ഞാൻ ആ ടൈപ്പല്ല എന്നുള്ളതാണ്. അതായത് രക്ഷയെക്കുറിച്ചുള്ള ഒരു ചിന്ത വളരെ അത്യാവശ്യമാണ്. ഈ മതങ്ങൾ എല്ലാം രക്ഷയെക്കുറിച്ച് ആത്യന്തികമായി സംസാരിക്കും, അല്ലേ? എല്ലാ മതങ്ങളും ആത്യന്തികമായി രക്ഷയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നു. ഈശോ മിശിഹായുടെ പേര് തന്നെ എന്താണ്? രക്ഷകൻ എന്നാണ്. അവൻ നമ്മെ രക്ഷിക്കാൻ വന്നവൻ. മിശിഹാ തമ്പുരാനുമായി നമുക്ക് വേറെ ബന്ധമൊന്നുമില്ല, മനസ്സിലായോ? ഈശോയെക്കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും പറയാമോ? ഈശോ നമ്മുടെ വകയിൽ ഉപ്പാപ്പനാണ്, ചിറ്റപ്പനാണ്, ഇളയപ്പനാണ്, വകയിൽ അളിയനാണ്, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അതേസമയം മിശിഹാ തമ്പുരാനെ കുറിച്ച് നമുക്ക് പറയാവുന്ന ഏക ബന്ധം
അവൻ തൻ്റെ തിരുരക്തം വിലയായി കൊടുത്ത് എന്നെ രക്ഷിച്ചു എന്നുള്ളു. അതുകൊണ്ട് ക്രിസ്തുവുമായുള്ള ഒരുവന്റെ ബന്ധം ആരംഭിക്കുന്നത് രക്ഷയിൽ, അതായത് പാപമോചനം എന്ന പരമാർത്ഥ സത്യത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സ്വർഗത്തിൻ്റെ വഴിയെ യാത്ര ചെയ്യുന്ന ഒരു ക്രൈസ്തവൻ്റെ മനോഭാവങ്ങളെക്കുറിച്ച്. ബുദ്ധമതത്തിൽ ഈ നിർവ്വാണം പ്രാപിക്കാനുള്ള അഷ്ടാംഗ മാർഗങ്ങൾ പറയുന്നു. പല മതങ്ങളും ഇങ്ങനെ പല പടികളും പറയുന്നു. എനിക്ക് തോന്നുന്നു സ്വർഗത്തിൻ്റെ വഴിയെ നടക്കുന്ന, ഈശോ പഠിപ്പിച്ചു തന്നു, സ്വർഗത്തിൻ്റെ വഴിയെ നടക്കുന്നവർക്ക് 7 മനോഭാവങ്ങൾ ഉണ്ടാവണം. ഞാനിത് സങ്കല്പത്തിൽ എന്ന് പറയുന്നതല്ല, മറിച്ച് ഈശോ തന്നെ നമ്മെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ ആധാരമാക്കിയാണ് ഞാൻ നിങ്ങളോട് സ്വർഗത്തിൽ എത്തിച്ചേരാൻ, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? സ്വർഗത്തിൽ എത്തിച്ചേരാൻ അല്ലേ? സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ ഈ സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിന് ഒരു വിശ്വാസിയിൽ ഈ 7 മനോഭാവങ്ങൾ വേണം എന്ന് ഈശോ മിശിഹ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ പദാനുപദ വ്യാഖ്യാനം ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, അത് നമ്മൾ മറ്റ് പല സന്ദർഭങ്ങളിലും പഠിച്ചിട്ടുള്ളൂ. മറിച്ച് ഈ പ്രാർത്ഥനയിൽ ഈശോ വിവക്ഷിക്കുന്ന അടിസ്ഥാനപരമായ 7 മനോഭാവം, 7 കാര്യമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എല്ലാത്തിനെയും ഒരുപാട് വിശദീകരിക്കാനും എനിക്ക് സമയമില്ല, ഞാൻ ഓരോന്നിനെയും സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ മനോഭാവം, രക്ഷ ഒരു തിരിച്ചറിവാണ്. രക്ഷ എന്താന്ന് പറഞ്ഞ് ഒരു തിരിച്ചറിവ്. രക്ഷ ഒരു തിരിച്ചറിവ്. എന്താണ് തിരിച്ചറിവ്? ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന തിരിച്ചറിവ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, പിതാവായ ദൈവം ഈശോ മിശിഹായിൽ എന്നെ ദൈവ പൈതലാക്കി മാറ്റി എന്നുള്ള ചിന്തയിലാണ്, തിരിച്ചറിവിലാണ് ഈ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുക. പ്രിയപ്പെട്ടവർ, ഇതൊരു രക്ഷ നമ്മൾ ആരും നേടിയെടുക്കുന്നത്. രക്ഷ എന്താണ്? രക്ഷ നാം തിരിച്ചറിയുന്നതേ ഉള്ളൂ. കാരണം എന്താണ്? രക്ഷ ഈശോ മിശിഹ നമുക്ക് പണ്ടേ നൽകി കഴിഞ്ഞ സത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രക്ഷ എന്നത് ഈശോ നമുക്ക് പണ്ടേ നൽകി കഴിഞ്ഞ സത്യമാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ രക്ഷയെക്കുറിച്ച് പറയുന്നതിന് ഏറ്റവും നല്ല വിശുദ്ധ ഗ്രന്ഥകാരൻ തീർച്ചയായും പൗലോസ്ലിയാണെന്ന് നിങ്ങൾക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. രക്ഷ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും അധ്വാനിച്ചുണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല. നമ്മളെ കൊണ്ട് അതിന് സാധിക്കുകയുമില്ല. നമ്മുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് സ്വർഗമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മോളിച്ചെന്ന് പറയാമായിരുന്നു, ദൈവമേ ഞാൻ കുറേ അധ്വാനിച്ചു, ഞാൻ കുറേ നന്മ പ്രവൃത്തി ചെയ്തു, സ്വർഗത്തിൻ്റെ വാതിൽ തുറക്ക്. അധികാരത്തോടെ നമുക്ക് ചോദിക്കാമായിരുന്നു. ആർക്കെങ്കിലും നമ്മൾ എത്ര പുണ്യം ചെയ്താലും സ്വർഗത്തിൽ പോവുക നമ്മുടെ അവകാശമല്ല, അതെന്താണ്? ദൈവത്തിൻ്റെ ദാനമാണ്. ഞാനത് വിശദീകരിക്കാം. രക്ഷ ദൈവം നൽകിക്കഴിഞ്ഞ സത്യമാണ്. അത് തിരിച്ചറിഞ്ഞാൽ മതി. നിങ്ങളെല്ലാവരും സ്വപ്നം കണ്ടിട്ടുള്ളവരുമാണ് നിങ്ങളുടെ കൂടെ അല്ലേ? ഇന്നലെ രാത്രിയിലും വലിയ സ്വപ്നമൊക്കെ കണ്ടിട്ടുള്ളവരുമാണ്. ഭീകരമായ സ്വപ്നങ്ങൾ ചിലർ കാണും അല്ലേ? കടുവ പിടിക്കാൻ വരുന്നു, ആന കുത്താൻ വരുന്നു, പാമ്പ് കടിക്കാൻ വന്നു, വലിയ മരത്തേന്ന് കാല് തന്നെ താഴോട്ട് വീണു, കുഴിയിലോട്ട് വീഴുന്നു അല്ലേ? അങ്ങനെയൊക്കെ
ഭീകര സ്വപ്നം കണ്ട് നിലവിളിക്കുന്നവരുണ്ട്. ഞങ്ങൾ മൈനർ സെമിനാരി പഠിക്കുമ്പോൾ ഈ ഷമ്മാശന്മാർ ഓരോ കർട്ടനിട്ട് തിരിച്ച് അടുത്തടുത്താണ് കിടക്കുന്നത്. ഓരോ ഷമ്മാശന്മാർ രാത്രി കാറി നിലവിളിക്കും. കാരണം ഇങ്ങനെ എന്തോ പേടിച്ച് കണ്ട് സ്വപ്നം കണ്ടു. ആളുകളെല്ലാവരും ഞെട്ടി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അവനൊരു ചമ്മലോടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കിടക്കും. കാരണം ഇങ്ങനെ എന്തോ കടുവ പിടിക്കാൻ വന്ന കഥയൊക്കെ ഓർത്തുകൊണ്ട് ഉള്ളിൽ കിടന്ന് സ്വപ്നം കണ്ടതാണ്. അതുകൊണ്ട് കാരണവന്മാർ പറയുന്നത് ദൈവവിചാരത്തോടെ കുരിശു വരച്ച് കിടന്നാൽ ഇങ്ങനെ ഭീകര സ്വപ്നവും ദുസ്വപ്നവും ഒന്നും കാണിയല്ലാന്ന്. അല്ലേ? ഈ സ്വപ്നം നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ളവർക്കറിയാം. അതിഭീകരമായ സ്വപ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ, സഹിക്കാൻ മേലാത്ത പ്രതിസന്ധിയിൽ നമ്മളായിപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ശരീരം അത് പരിഹരിക്കാൻ ഒരു വഴി കണ്ടെത്തും. എന്താണ്? എന്ത് ചെയ്യും? നിങ്ങൾ ആരും ഒരു സ്വപ്നവും കാണാത്തവരാ? എന്ത് ചെയ്യും? ഉറക്കം തെളിയും. അല്ലേ? ശരീരം ഉറക്കം തെളിയുമ്പോൾ കടുവായുടെ മുമ്പിൽ ഓടി ഓടി തളർന്ന ഇതാ താഴെ വീണു, കടുവായി ഇപ്പം ദേഹത്തേക്ക് ചാടും എന്ന അവസ്ഥ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ശരീരം ഉറക്കം തെളിയും. ഉറക്കം തെളിയുമ്പോൾ നമ്മൾ ശരിക്കും എളിപ്യരാകും. മണ്ടന്മാര്, ഒരു കടുവായും ഇല്ല, ഒരു പുലിയില്ല, ചുമ്മാ നമ്മൾ കട്ടിലേക്ക് കിടന്ന് സമാധാനമായിട്ട് കിടക്കും. ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഭാര്യ ഒരു സ്വപ്നം കണ്ടു. അയ്യോ, എന്തൊരു കഷ്ടം, നഷ്ടം, അല്ലേ? ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അതാ ചുമ്മാ മനുഷ്യനെ കൊതിപ്പിച്ചതേ ഉള്ളൂ, അത് ഞാനതാ കൂർഗം വലിച്ച് അവിടെ കിടക്കുന്നു, അല്ലേ? അതായത് നമുക്ക് സഹിക്കാൻ മേലാത്ത വേദനകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉണരും. ഉണരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവാണ്. എന്താണ് ആ തിരിച്ചറിവ്? ഐ എം സേഫ് ആൻഡ് സെക്യൂർ. ഞാൻ സുരക്ഷിതമായി എൻ്റെ കട്ടിലേൽ കിടക്കുന്നു, എനിക്കൊരു കുഴപ്പമില്ല. സത്യത്തിൽ രക്ഷ എന്ന് പറയുന്നത് ഈ ഒരു തിരിച്ചറിവ്. അതുകൊണ്ട് ഈശോ പ്രാർത്ഥന പഠിപ്പിച്ച് തുടങ്ങിയത് എങ്ങനെയാണ്? സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചാണ് പഠിപ്പിക്കുന്നത്. അതായത് ഈ പുത്രാനുഭവത്തിൽ ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ, അല്ലയോ സഹോദര സഹോദരി, നീ ദൈവ മകനായി മകളായി എന്ന തിരിച്ചറിവിലാണ് രക്ഷ ആരംഭിക്കുക. അത് നമ്മൾ നേടിയെടുക്കുന്നതല്ല പ്രിയപ്പെട്ടവർ. രക്ഷ ദൈവം നമുക്ക് സൗജന്യ ദാനമായി തന്നിരിക്കുന്ന സത്യവും. ഒരു തേങ്ങ നട്ടാൽ, നമ്മൾ നല്ല ഭാഗം കൃഷിക്കാരാണ്, അല്ലേ? ഒരു തേങ്ങ നട്ടാൽ അതെന്തോ കിളുത്ത് വന്നാൽ എന്താകും? അത് എന്താ വെച്ചാൽ ഒരു തേങ്ങ നട്ടാൽ തെങ്ങാകും, അല്ലേ? തേങ്ങ എന്നെങ്കിലും മുളച്ച് വളർന്ന് ഒരു മാവായ അനുഭവം ഉണ്ടോ? ഇത്രയും കാലം നമ്മൾ കൃഷി ചെയ്തിട്ട് ഒരു തേങ്ങ മുളച്ച് മാവാകും എന്നെങ്കിലും. ഒരു ചക്കക്കുരു കുഴിച്ചു വെച്ചാൽ അതെന്തായി മാറും? പ്ലാവായി മാറും, അല്ലേ? അതിനെ വേറെ ഒന്നും ആക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ. പാവയ്ക്ക, പാവലിൻ്റെ വിത്ത് കുഴിച്ചിട്ടാൽ അതേന്ന് പടവലം പറിക്കാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? അസാധ്യം. അതായത് സൃഷ്ടിയിൽ ദൈവം സൃഷ്ടിക്ക് നൽകിയ ഒരു കൃപയുണ്ട്. എന്താണ്? ദൈവം എന്താഗ്രഹിക്കുന്നുവോ അതായിത്തീരാനുള്ള സാധ്യത എല്ലാ സൃഷ്ടിയിലും ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു എന്നതിന് ഈ പ്രപഞ്ചം സാക്ഷിയാണ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ എന്തായി തീരാനുള്ള സാധ്യതയുണ്ടോ അത് ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ ആധ്യാത്മിക രഹസ്യമാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, ഒരു തേങ്ങ തട്ടുംപുറത്ത് കിടന്നാൽ അത് തെങ്ങാവോ? ഇല്ല. അമ്മച്ചി അതെടുത്ത് തല്ലിപ്പൊട്ടിച്ച് ചമ്മന്തി അരച്ചാൽ തെങ്ങാവോ? ഇല്ല. അതായത് അതിന് തെങ്ങാകാനുള്ള സാധ്യതയുള്ളപ്പോൾ തന്നെ അതിൻ്റെ വിപരീത സാധ്യതകളും അതിൻ്റെ മുമ്പിലുണ്ട്. അതാണ് പ്രശ്നം. ദൈവം എല്ലാ മനുഷ്യരുടെയും രക്ഷ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 3:16 വിഖ്യാതമായ വചനം നമുക്കറിയാം. എന്താണ്? തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രയധികമായി ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ?
എല്ലാ മനുഷ്യരും രക്ഷപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യരും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. ചിലർ പറയും, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, നമ്മളൊക്കെ നരകത്തിലെ വിറകുള്ളിയാകാനുള്ളവരാണ്, ഒന്നിനും ഒരു ഗുണവും. ഈയിടെ മദ്യപാനിയായ ഒരു ചേട്ടൻ ഒരേ കാലം കുടി നിർത്തിയത്. ചികിത്സാകേന്ദ്രം, ഞങ്ങളുടെ രൂപതയിലൊരു മദ്യപാനത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കാൻ ഒരു ചികിത്സാകേന്ദ്രമുണ്ട്, പ്രതീക്ഷ എന്ന് പറഞ്ഞു. അവിടെ വന്ന് ചികിത്സ കൂടി ഒരു ചേട്ടനാണ്. കുറേ നാൾ കുടിച്ചില്ല, കുടിയൊക്കെ നിന്ന് രക്ഷപ്പെട്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുടിയങ്ങ് തുടങ്ങിയതേ അത് ഞാൻ കാടിവെള്ളം കുടിക്കുന്നത് പോലെ ഈ ചാരായം കുടിച്ച് വഷളായി. ഇയാളെ ഒരു നാൾ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പറ്റി മത്തായി ചേട്ടാ, നന്നായതായിരുന്നല്ലോ, പിന്നെയും പോയോ? എൻ്റെ അച്ഛാ, എൻ്റെ കാര്യം പോക്ക, നമ്മുടെയൊക്കെ തലയിലെ വര അതാ, കുടിച്ച് ചാകാനാണ് എൻ്റെ വര. സത്യമായും പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, നമുക്ക് അങ്ങനെ ഒരു വരയില്ല, അങ്ങനെ ഒരു വരവും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവ മകനാണ്, ദൈവ മകളാണ് എന്ന് പറയുമ്പോൾ സഹോദര, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരേ ഒരു പദ്ധതിയേ ഉള്ളൂ. അതേതാണ്? സ്വർഗത്തിലെത്തണം. രക്ഷ എന്നതിൽ കുറഞ്ഞ ഒരു പദ്ധതിയും ദൈവമായ കർത്താവിന് നിന്നെക്കുറിച്ചില്ല എന്നുള്ളത് പരമാർത്ഥമായിട്ട് മനസ്സിലാക്കും. അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്, ആരും നിരാശപ്പെടാൻ പാടില്ല. നാം എല്ലാവരും, ഏത് ഘോര പാപിയും ദൈവത്തിൻ്റെ മകനാണ്. അവൻ മനസ്സായാൽ അവന് രക്ഷ പ്രാപിക്കാനുള്ള എല്ലാ സാധ്യതയും ദൈവം ഈശോ മിശിഹായിൽ നമുക്ക് സൗജന്യ ദാനമായി തന്നിരിക്കുന്നു. ഇതാണ് സുവിശേഷത്തിൻ്റെ സദ്വാർത്ത. എന്തുകൊണ്ടാണ് ഇതിനെ ഈ ബൈബിളിൽ നിന്നുള്ളതിനെ നമ്മൾ സുവിശേഷം എന്ന് പറയും? അച്ഛൻ സുവിശേഷം പറയുവാണെന്ന് നിങ്ങൾ പറയും അല്ലേ? എന്താ സുവിശേഷം? നല്ല വിശേഷം. എന്താ ഈ നല്ല വിശേഷം? ദൈവം ഈശോ മിശിഹായിൽ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് സുവിശേഷം. സുവിശേഷം ഈ ഒരു തിരിച്ചറിവാണ്. ഞാൻ തിന്മയ്ക്ക് അധീനനായി വിൽക്കപ്പെട്ട ജഡിക മനുഷ്യനല്ല, ഞാൻ ഈശോ മിശിഹായിൽ വീണ്ടും രക്ഷിക്കപ്പെട്ടവനാണ്. മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തെ കാര്യം, രക്ഷ ഒരു തിരിച്ചറിവാണ്. ഏതാണ് തിരിച്ചറിവ്? ഞാൻ ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട ദൈവമകനാണ്, ദൈവമകളാണ്. ഞാൻ നശിക്കാൻ ഒരു സാധ്യതയേ ഉള്ളതല്ല. എന്നെ നശിപ്പിക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ഞാൻ തന്നെ വിചാരിക്കണം. വേറെ ആര് വിചാരിച്ചാലും ഞാൻ നശിക്കുകയില്ല. കാരണം എന്താ? ദൈവം നമ്മെ സൃഷ്ടിച്ചത് രക്ഷപ്പെടാനുള്ള വലിയ സാധ്യതയും സ്വാതന്ത്ര്യവും തന്നുകൊണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഞാൻ ദുരുപയോഗം ചെയ്യുന്നത് വരെയും പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷ നമ്മിൽ നിന്ന് അകലെയല്ല. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാം ഇല്ലേ? ആദ്യത്തേത് കുഴപ്പമില്ലല്ലോ, വലിയ പ്രശ്നമുള്ളതല്ല ഈ സ്വർഗത്തിൽ പോക്ക്. ഇങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ട് ഓരോ തിരിച്ചറിവൊക്കെ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ പോക്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിവാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ പോകുന്നതിന് അതിസ്വാഭാവിക വരങ്ങളൊന്നും വേണ്ട. മനസ്സിലായോ? ചിലർക്ക് അങ്ങനെ ഒരു സങ്കടമുണ്ട്. എൻ്റെ ഈശോയെ, ഞാൻ എത്ര കാലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, ഈ ജാഗരണ പ്രാർത്ഥനയ്ക്ക് തന്നെ എത്ര നാളായി വരാൻ തുടങ്ങിയിട്ട്, എത്ര കാലം ഇത് തുടങ്ങി, എനിക്കൊരു ഭാഷാവരവും ഇല്ല, ഒരു രോഗശാന്തി വരവും ഇല്ല, ഒരു ഒന്നുമില്ല. ദൈവം എന്നെ കൈവിട്ട ലക്ഷണമാണെന്നാണ് നമ്മുടെ വിചാരം. ഇല്ല പ്രിയപ്പെട്ടവരെ, ഈ വരങ്ങളൊന്നും ഒരുവൻ രക്ഷയുടെ വഴിയിലാണ് എന്നുള്ളതിൻ്റെ തെളിവേ അല്ല. രക്ഷപ്പെടാൻ ഇതൊന്നും ആവശ്യമില്ല. രക്ഷപ്പെടാൻ നിനക്ക് ഈ ഒരു സത്യം മാത്രം അറിഞ്ഞാൽ മതി. പിതാവായ ദൈവം ഈശോ മിശിഹായിൽ
വീണ്ടെടുത്ത് രക്ഷിച്ച ദൈവമകനാണ്, ദൈവമകളാണ്. യെസ്. രണ്ടാമത്തെ തിരിച്ചറിവിലേക്ക് പോകും. രണ്ടാമത്തെ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ്. രക്ഷ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നതല്ല, അത് ഒരു പ്രക്രിയയാണ്. രക്ഷ ഒരു സംഭവമല്ല, അതൊരു പ്രക്രിയയാണ്. അതായത് ഒരു മനുഷ്യനും ഒരു നിമിഷം കൊണ്ട് രക്ഷപ്പെടുന്നില്ല, ഒരു ദിവസം കൊണ്ട് ഒരാൾ പാപിയാകുന്നില്ല, ഒരു ദിവസം കൊണ്ട് ഒരാൾ പുണ്യാളനുമാകുന്നു. ഏക് ദിൻ കാ സുൽത്താൻ എന്ന് പറയുന്ന ഏതോ ഒരു ഹിന്ദി പ്രയോഗമാണ് അല്ലേ? ഒരു ദിവസത്തിൻ്റെ സുൽത്താൻ. അങ്ങനെ ഒരു ഒരു ദിവസത്തേക്ക് ആരും പുണ്യാളനല്ല. അങ്ങനെയായിരുന്നേ വളരെ എളുപ്പമായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നവരെ മുട്ടയിൽ നിന്ന് കയ്യും വിരിച്ച് പിടിച്ച് എൻ്റെ ഈശോയെ സ്തുതി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ? ഇല്ല. രക്ഷ പ്രിയപ്പെട്ടവരെ, അതൊരു പ്രക്രിയയാണ്. ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കും. മനുഷ്യന് മാത്രമേ ഈ ഭൂമിയിൽ കാലമുള്ളൂ. ഹൈഡഗറിൻ്റെ പ്രസിദ്ധമായ ഒരു ജർമ്മൻ ചിന്തകനാണ് ഈ മാർട്ടിൻ ഹൈഡഗർ എന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുന്നു, ഈ ചിന്തകന്മാർ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് അല്ലേ? ഇയാൾ പറഞ്ഞു മാൻ ഈസ് എ ബീയിങ് ഇൻ ടൈം എന്ന് പറഞ്ഞു. അല്ല, മനസ്സിലായോ? ഇല്ല. അതിനെയാണ് ഈ ചിന്ത എന്ന് പറയുന്നത്. അതായത് ഈ ചിന്തകന്മാർ പറഞ്ഞാൽ ആർക്കൊന്നും തിരിയാറില്ല. മനുഷ്യൻ സമയത്തിൽ അതേ ജീവിക്കുന്ന മനുഷ്യനാണ്, അല്ലെങ്കിൽ മനുഷ്യൻ സമയത്തിൽ സമയബോധമുള്ള ഒരസ്തിത്വമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ അല്പം കൂടി നമ്മുടെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. മനുഷ്യൻ എന്ന് പറയുന്നത് വാച്ച് കെട്ടുന്ന ജീവിയാണ്. ഇപ്പം മനസ്സിലാവുമല്ലോ? മനുഷ്യന് മാത്രമേ വാച്ച് കെട്ടുള്ളൂ. വേറെ ഏതെങ്കിലും മൃഗങ്ങൾ വാച്ച് കെട്ടി കണ്ടിട്ടുണ്ടോ? കുരങ്ങിനെയൊക്കെ വാച്ച് കെട്ടി നിങ്ങൾ കെട്ടിച്ചാൽ അത് കെട്ടുമെന്നല്ലാതെ അതിനെ എന്ത് വാച്ച് അല്ലേ? കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി എന്ന് ചോദിച്ചതുപോലെ കുരങ്ങിന് ഏതാ സമയത്തെക്കുറിച്ച് കുരങ്ങിന് ഒരു പിടിയും. ഏത് സമയമാണേലും അതിന് കുഴപ്പമൊന്നും. സമയം അത് മനുഷ്യന് മാത്രമുള്ളൊരു സത്യമാണ്. ശരിയല്ലേ? സമയം അത് മനുഷ്യന് മാത്രം ബാധകമായ സത്യമാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ എലി അതെവിടെയാണ് താമസിക്കുന്നത്? സാധാരണ എലി എവിടെയാണ് താമസിക്കുന്നത്? മാളത്തിൽ അല്ലേ? ഈ മാളം അതുണ്ടാക്കുന്നത് 10,000 കൊല്ലം മുമ്പ് എലി മാളം ഉണ്ടാക്കിയതും തുരന്നാണ്. അതുകൊണ്ടാണ് എലിക്ക് അന്നും തുരപ്പൻ എന്ന് തന്നെയായിരുന്നു പേര്. ഈ എലി ഇത്രയും കൊല്ലമായില്ല, എന്നാൽ മാറ്റി വേറൊരു രീതിയിൽ അതിൻ്റെ മാളം ഉണ്ടാക്കാമെന്ന് അതിനറിയാവോ? ഇല്ല. അതിൻ്റെ സർഗ ചോദന എങ്ങനെയോ അതുപോലെ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന് സമയത്തിൽ ഒരു മാറ്റവും. കാക്ക കൂടുണ്ടാക്കിയത് 1,00,000 കൊല്ലം മുമ്പ് കാക്ക ഉണ്ടായിരുന്നെങ്കിൽ അന്നും കാക്ക ചെയ്ത് എന്നതാ, ഈ മരത്തിൻ്റെ ഉണക്കക്കമ്പ് ഒടിച്ചുകൊണ്ട് പോയിട്ട് 2 മരക്കമ്പിൻ്റെ ഇടയിൽ അത് തിരികെ കയറ്റി വെച്ച് അതുണ്ടാക്കി. അങ്ങനെയാണ് കാക്ക കൂടുണ്ടാക്കി. ഏതേലും കാക്കയ്ക്ക് തോന്നിയോ ഇത്രയും നല്ല കാര്യങ്ങൾ, ഫൈബറും ആസ്പെറ്റോസും ഒക്കെ വന്നല്ലോ, എന്നാൽ ഇനി ഈ മെനക്കെടണ്ട. കാക്കകൾ ഇവിടെ ഒരു വലിയ സംഘം ചേർന്ന ഒരു വലിയ ഓഡിറ്റോറിയം അങ്ങ് ഉണ്ടാക്കിയേക്കാണ്. പിന്നെ പ്രശ്നമില്ല, ഓരോ തവണയും കഷ്ടപ്പെടണം. ഒരു കാക്ക അങ്ങനെ ചെയ്യുകയില്ല. കാരണം എന്താണ്? അവയ്ക്കൊന്നിനും സമയത്തിൽ വളരാനുള്ള, അല്ലെ സമയത്തോട് സംവദിക്കാനുള്ള കഴിവില്ല. അത് ദൈവം കൊടുത്തത് ആർക്ക് മാത്രമേ ഉള്ളൂ? മനുഷ്യന് മാത്രമേ, പ്രിയപ്പെട്ടവരെ, ആ കഴിവുള്ളൂ. മനുഷ്യന് മാത്രമേ സമയത്തോട് സംവദിക്കാൻ കഴിവുള്ളൂ. സംശയമുണ്ട്? നിങ്ങൾ നോക്കിയോ, 50 കൊല്ലം മുമ്പ് വീടുണ്ടാക്കിയത് എങ്ങനെയാ? നിങ്ങളുടെ ഇപ്പോഴത്തെ വീട് എങ്ങനെയാ അല്ലേ? പഴയ വീടുകൾ, ഈ പഴയ ഇല്ലങ്ങൾ, മനകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. 10-100 മുറികളുണ്ട്. പക്ഷെ ഇന്ന് മനുഷ്യന് താമസിക്കാൻ അത് കൊള്ളുമോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു മുറിയുടെ 4 വശത്തും വാതിലാണ്. അതിനകത്തൂടെ അതുകൊണ്ട് എവിടെയാ കട്ടിലിടുന്നതെന്ന് ഒടേ തമ്പുരാനറിയാം. അതായത് അന്നത്തെ മനുഷ്യൻ ചിന്തിച്ചതുപോലെ അല്ല ഇന്ന് മനുഷ്യൻ ചിന്തിച്ചതും വീടുണ്ടാക്കിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 25 കൊല്ലം മുമ്പ് വീട്ടിനകത്ത് ടോയ്ലറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശം വൃത്തികെട്ട കാര്യമായിട്ടാണ്
ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഞാനൊരു പള്ളി പണിതുകൊണ്ടിരുന്നപ്പോൾ സങ്കീർത്തിയിൽ ഒരു ടോയ്ലറ്റ് വെക്കാം എന്ന് പറഞ്ഞപ്പോൾ പാരീഷ് കൗൺസിൽ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. അച്ഛൻ ഇത്രയും വൃത്തിയില്ലാത്തൊരു മനുഷ്യൻ പള്ളി പോലെ പരിശുദ്ധമായ സ്ഥലത്ത് ടോയ്ലറ്റ് പണിയുന്നു എന്നാണ് ആളുകൾ. അതായത് പക്ഷെ ഇന്ന് കാലം എത്ര മാറിപ്പോയി അല്ലേ? അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, സമയത്തിൽ വളരാനുള്ള കഴിവ് ആർക്കേ ഉള്ളൂ? മനുഷ്യനേ ഉള്ളൂ. മനുഷ്യനത് വളരുന്നു. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടാനുള്ള കഴിവ് ആർക്കേ ഉള്ളൂ? മനുഷ്യനേ ഉള്ളൂ. ഒരു പശുവും ഇന്നേ വരെ മാനസാന്തരപ്പെട്ടിട്ടില്ല. നിങ്ങൾ ചുമ്മാ പശുവിനെ തല്ലുന്ന ദേഷ്യം തീർക്കുക എന്നുള്ളതല്ലാതെ ഒരു പശുവും മാനസാന്തരപ്പെടുക. പോത്ത് പിന്നെ ജന്മന മാനസാന്തരപ്പെടുകയല്ല എന്നതിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നു അല്ലേ? അതായത് പ്രിയപ്പെട്ടവരെ, മാനസാന്തരം അത് മനുഷ്യന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. സമയത്തിൽ ജീവിക്കുന്നവനാകയാൽ മനുഷ്യൻ സമയത്തോട് സംവദിച്ച് വളരണം. ഞാനൊരു വചനം വായിച്ച് കേൾപ്പിക്കും. പൗലോസ്ലീഹ എനിക്ക് ഇഷ്ടപ്പെട്ട പുണ്യാളനായതുകൊണ്ടാണ് ഞാൻ അധികം പേജ് മറിക്കാതെ ഇവിടെ തന്നെ കിട്ടുമായതുകൊണ്ടാണ് ഞാൻ അതും തന്നെ വായിക്കാമെന്ന് വെച്ചത്. എഫേസ്യ ലേഖനത്തിൻ്റെ തൊട്ടടുത്ത ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നതാണ് ഫിലിപ്പിയർക്കുള്ളത്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? നിങ്ങളിൽ സൽപ്രവർത്തികൾ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളിൽ സൽപ്രവർത്തികൾ ആരംഭിച്ചവൻ ആരെക്കുറിച്ചാണ് പറയുക? ആരെക്കുറിച്ചാണ്? പിതാവായ ദൈവത്തെക്കുറിച്ചാണ് പറയുക. നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ച പിതാവായ ദൈവം അത് എന്നത്തേക്ക് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ്? ഈശോ മിശിഹായുടെ വരവിൻ്റെ സമയമാകുമ്പോഴത്തേക്കും അത് പൂർത്തിയാക്കും. പ്രിയപ്പെട്ടവരെ, ആരും ചിന്തിക്കരുത് ഞാൻ ഒരു ധ്യാനം കൂടി അങ്ങ് മാനസാന്തരപ്പെട്ടു. ചിലർക്ക് പറ്റുന്ന അബദ്ധം അതാണ്. ഞാൻ ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു, എല്ലാ പ്രശ്നവും തീർന്നു, ഇനി മുതൽ ഞാൻ സമ്പൂർണ്ണ ആധ്യാത്മികതയിലെത്തി. ഭയങ്കര വചന പ്രഘോഷണമായി, സ്തുതിപ്പായി, ഹല്ലേലൂയായി 6 മാസം പിടിച്ചു നിന്ന ഭാഗ്യം. എന്തേ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നിരന്തരം പരിശ്രമിക്കുന്നവന് മാത്രമേ ഇതിൻ്റെ പൂർത്തീകരണത്തിലെത്താൻ പറ്റൂ. ദൈവം നമ്മളെ രക്ഷിക്കാഞ്ഞത് കൊണ്ടല്ല നമ്മൾ വീണുപോകുന്നത്. നിരന്തരമായ പരിശ്രമം മനുഷ്യന് ആവശ്യമുണ്ട്. നിരന്തരമായി പരിശ്രമിക്കാനുള്ള, അധ്വാനിക്കാനുള്ള ആത്മാർത്ഥത പ്രിയപ്പെട്ടവരെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും നിരന്തരമായി അധ്വാനമില്ലാത്തത് മനുഷ്യൻ്റെ കാര്യങ്ങളെ അപകടത്തിലാക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ട് ആരും പാപിയാകുന്നില്ല, ഒരു ദിവസം കൊണ്ട് പുണ്യാളനും ആകുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ജിംനേഷ്യം വെഞ്ചരിക്കാൻ വേണ്ടി പോയി. ജിമ്മ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആളുകളൊക്കെ മസിൽ പെരുപ്പിച്ചെടുക്കാനോ ഇങ്ങനെ 6 പാക്ക് മസിലൊക്കെ ഉണ്ടാക്കാൻ ചേട്ടന്മാരൊക്കെ പോകുന്ന, ചേട്ടത്തിമാരും ഉണ്ട്, അങ്ങനെ രണ്ടും ഉണ്ട്. അങ്ങനെ പോകുന്ന ഒരു സ്ഥലം ഒരു ചേട്ടൻ തുടങ്ങിയതാണ്. അത് വെഞ്ചരിക്കാൻ ചെയ്തു. വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കാപ്പിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കൊള്ളാമല്ലോ, എനിക്കുമുണ്ട് കുറച്ച് കുടവയറൊക്കെ. അതുകൊണ്ട് ഞാൻ ഇയാളോട് ചോദിച്ചു, ഇതൊക്കെ കുറയ്ക്കാൻ ഇത് പറ്റുമോ? അതിനെന്നാച്ചാൽ സംശയം, ഇവിടെ അത് ജിമ്മിൽ പരിശീലനം കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ടറുണ്ട്. ഈ മുതലാളി അയാളെ വിളിച്ചു, ഇവിടെ അച്ഛന് ചില സംശയങ്ങളുണ്ട്, നീ അച്ഛനോട് വിശദീകരണം കൊടുക്കും. ഞാൻ ചോദിച്ചു, എൻ്റെ ഈ വയറൊക്കെ കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഇൻസ്ട്രക്ടർ? എന്തെങ്കിലും പെട്ടെന്ന് കൈവെക്കുകയോ താക്കുകയോ ചെയ്താൽ കുറഞ്ഞോളെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. കഠിനാധ്വാനം ചെയ്യാൻ നമുക്ക് മനസ്സിലില്ല. ഈ ഇൻസ്ട്രക്ടർ എന്നോട് കഠിനമായിട്ടൊരു ചോദ്യം. അദ്ദേഹം എൻ്റെ വയറയിലൊക്കെ ഒന്ന് നോക്കി, പുള്ളിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പുള്ളി എന്നോട് പറഞ്ഞു, ഫാദറെ, ഈ വയർ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ലല്ലോ, എത്ര നാൾ കൊണ്ട് ഇതുണ്ടായത്? ഫാദർ എന്തെടുക്കുമായിരുന്നു അന്നൊക്കെ? പുള്ളി എന്നോടൊരു രൂക്ഷമായ ചോദ്യം. ഞാൻ ആലോചിച്ച് നോക്കി, ശരിയല്ലേ? ഈ കുടവയറാകുന്നതിന് മുമ്പ് ഇത് എത്രയോ ദിവസം കൊണ്ട് ഇത് പയ്യെ പയ്യെ ഉണ്ടായി വന്നു.
അല്ലേ? ഞാൻ അന്നൊന്നും വേണ്ട രീതിയിൽ എക്സർസൈസ് ചെയ്യുവോ ഓടുവോ ചാടുവോ ഒക്കെ ചെയ്തായിരുന്നു ഇത് കുറെ കുറയുമായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. ഇപ്പോൾ ഇത് വന്ന് ഒറ്റ ദിവസം കൊണ്ട് കുറയ്ക്കണമെന്നൊന്നും പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല. ആ ഇൻസ്ട്രക്ടറോട് ഞാൻ ഉപദേശത്തിന് നന്ദി എന്ന് പറഞ്ഞ് പോന്നു. അയാൾ പറഞ്ഞതിൽ ഒരു വലിയ കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരും ഒരു ദിവസം കൊണ്ടല്ല വഷളായത്. ഒരു ദിവസം കൊണ്ട് ആരും നന്നാകുന്നുമില്ല. ടൈറ്റാനിക്കിനെ ഇടിച്ചിട്ട മഞ്ഞുമലയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഈ മലയുണ്ടായത് എങ്ങനെ? ഈ മഞ്ഞ് വീഴുന്നത്, നമ്മൾ മലയാളികൾക്ക് മഞ്ഞ് വീഴുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാകുകയല്ലായിരിക്കും. യൂറോപ്പിലൊക്കെ പോയിട്ട് അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ ഈ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവർ നല്ല പൊടി പോലെ അമ്മച്ചിമാര് അരിപ്പയിൽ അരി തള്ളുമ്പോൾ താഴോട്ട് വീഴുന്നത് പോലെ നല്ല നൈസായ പൊടിയാണ് ഈ മഞ്ഞ്. ഇതിങ്ങനെ വീഴുമ്പോൾ അത് വാരിയെടുത്താൽ എന്തോ ഒരു സുന്ദരം. ആ മഞ്ഞ് ഇത് ഇത്രയും മിനുസമുള്ള തരികള് അത് ഉറഞ്ഞുറഞ്ഞു കൂടുമ്പോഴാണ് എന്തായി തീർന്നത്? ഒരു കപ്പലിനെ ഇടിച്ചിടാൻ പോരുന്ന, തകർക്കാൻ പോരുന്ന മഞ്ഞുമലയായത്. ഒരു ദിവസം കൊണ്ടല്ല മഞ്ഞുമല ഉണ്ടായത്. കോടാനുകോടി മഞ്ഞുതരികള് ഒരുമിച്ച് ചേർന്നപ്പോൾ അതൊരു വലിയ മലയായി സകലതിനെയും തകർക്കാനുള്ള കരുത്ത് അതിന് കൈവരികയും ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്ന ആശയം, ഒരു ദിവസം കൊണ്ടല്ല നാം ആരും ഭാവിയാകുന്നത്. ഒരു ദിവസം കൊണ്ട് ആരും പുണ്യാളനുമാകുന്നു. ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു പോയി, അതുകൊണ്ട് ആരും ജീവിതത്തെ തള്ളിക്കളയരുത്. ഒരു വീഴ്ച സംഭവിച്ചു എന്ന്, ഇതൊരു പ്രക്രിയയാണ് എന്ന് പറയുമ്പോൾ അതിന് അങ്ങനെയും കൂടെ ഒരു അർത്ഥമുണ്ട്. ഒരു വീഴ്ച സംഭവിച്ചു പോയി, അതുകൊണ്ട് എല്ലാം തീർന്നു എന്ന് വിചാരിക്കരുത്. എല്ലാം തീർന്നു എന്ന് വിചാരിക്കരുത്. പുതിയൊരു തുടക്കത്തിനുള്ള സാധ്യത പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുണ്ട്. ദമ്പതി ധ്യാനത്തിന് വന്ന ദമ്പതികളിൽ ഒരാള് അദ്ദേഹത്തിന് പറ്റിയൊരു വീഴ്ചയുടെ പേരിൽ കുടുംബം തകർച്ചയുടെ വക്കിലാണ്. ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവിനെയും കൂട്ടി വന്നിരുന്ന് പറഞ്ഞു, അച്ഛാ, ഈ മനുഷ്യന് ഒരു അബദ്ധം പറ്റി, പക്ഷേ ഞങ്ങളുടെ കുടുംബം ഈ വീഴ്ചയിൽ തീരാൻ പാടില്ല. ഞങ്ങൾക്ക് പുതിയൊരു തുടക്കം വേണം. അതിന് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരണം. ഞാൻ വിചാരിക്കുന്നു ആ സഹോദരി ശരിക്കും ഈശോയുടെ കൃപയിലുള്ള ഒരു വീഴ്ച ഒന്നിൻ്റെയും അവസാനമാണ് എന്ന് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അപകടത്തിൻ്റെ വഴി. ഒരു വീഴ്ചയിൽ ജീവിതം തീർന്നു എന്ന നിരാശ പാടില്ല. വീണാൽ എന്ത് ചെയ്യണം? എഴുന്നേക്കണം. പിന്നെയും വീണെന്നിരിക്കും, പിന്നെ എഴുന്നേക്കണം. അതാണ് മിശിഹാ തമ്പുരാൻ പറഞ്ഞു തരുന്നത്. ഇതൊരു തുടർ പ്രക്രിയ. ഇതൊരു തുടർ പ്രക്രിയയാണ് പ്രിയപ്പെട്ടവരെ. രക്ഷ എന്ന് പറയുന്നത് നിരന്തരമായി. ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എന്തിനാ ഇങ്ങനെ കാത്തിരിക്കും. എനിക്ക് ഈ കുറേ കാലം ഞാൻ ആലോചിച്ചിട്ട് അടുത്ത കാലത്ത് എനിക്ക് ഉത്തരം കിട്ടിയ ഒരു സംഭവം ഇതാണ്. നമ്മുടെ ബൈബിളിൽ മോശ, ഈ മോശ പാവം എന്തുമാത്രം പങ്കപ്പാട് കഷ്ടപ്പെട്ട് കാനാൻ ദേശത്തേക്ക് ജനത്തെയും കൂട്ടിക്കൊണ്ടുപോയത്. ഒരു പാറയെ തല്ലിയതിൻ്റെ പേരിൽ ദൈവം പിണങ്ങി മോശയോട് പറഞ്ഞു, നിന്നെ കാനാൻ ദേശത്ത് കയറ്റിയല്ലാന്ന്. എനിക്കത് മനസ്സിലാക്കാൻ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഇങ്ങനെയാണ് രക്ഷപ്പെടുന്നവരുടെ കാര്യം. മോശയുടെ ഗതികേട് ഇതാണെങ്കിൽ നമ്മുടെയൊക്കെയോ? നമ്മൾ പാറയെ തല്ലാൻ പറഞ്ഞ ആ പ്രദേശത്തേക്ക് പോലും നോക്കിയല്ല, അല്ലേ? മോശയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവൻ തല്ലി എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. നമ്മളോ? കർത്താവ്, ഇത് ഒരു കൊടും ചതിയായിപ്പോയി. ആ പാവം മനുഷ്യൻ നാട്ടുകാരുടെ മുഴുവൻ ആട്ടും തെറിയും കേട്ട് എന്തുമാത്രം ഫറവോയുടെ മുമ്പിൽ ജീവൻ പണയം വെച്ച് എന്ന്. ആ മനുഷ്യൻ എന്തുമാത്രം നല്ലത് ചെയ്ത, എന്നിട്ടും അതിനെ കാനാൻ ദേശത്ത് എത്തിച്ചില്ലല്ലോ എന്നതിൻ്റെ ഒരു വിഷമമായിരുന്നു. നെബോ മലയുടെ മണ്ടയിൽ കയറി നിന്ന് കാനാൻ ദേശം ഉറ്റുനോക്കിയിട്ട് തിരികെ ഇറങ്ങി വരുന്ന മോശ ശരിക്കും എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമേ, നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടും അവസാനം എങ്ങുമെത്താതെ തീർന്നു പോകുന്നൊരു ജീവിതം ശരിക്കും ഒരു
പൗരോഹിത്യ അസ്തിത്വത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മോശ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയൊരു കഥാപാത്രമാണ്. പക്ഷേ അടുത്ത കാലത്ത് ഞാൻ പുതിയ നിയമം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ഉത്തരം കിട്ടി. എന്താണ്? താബോർ മലയിൽ ഈശോ രൂപാന്തരപ്പെടുമ്പോൾ ആരുണ്ട്? ഈ മോശ വന്നിരിപ്പുണ്ട്. മോശ ഇരിപ്പുണ്ട് എന്നുള്ളതല്ല വിഷയം. അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് ഉടനെ സംഭവിക്കാനിരിക്കുന്ന അവൻ്റെ പുറപ്പാടിനെ കുറിച്ചായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതെന്തോ ഒരു പ്രശ്നം ബാക്കി നമുക്ക് മനസ്സിലാകാതെ വിശുദ്ധ ഗ്രന്ഥകാരൻ ഒളിപ്പിച്ചു വെച്ചൊരു രഹസ്യമുണ്ട്. എന്താണ്? മോശ മരിച്ചില്ല എന്നത് പഴയ നിയമത്തിലെ റബ്ബിമാരുടെ ഒരു വലിയ സങ്കല്പമാണ്. നിയമാവർത്തനം 34 അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ ശവകുടീരം ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? പുള്ളി മരിച്ചോ ഇല്ലയോ ഒരു പിടിയുമില്ല. യഹൂദ പാരമ്പര്യത്തില് ഉടലോടെ സ്വർഗത്തിൽ കയറിപ്പോയ 3 പേരുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ഏലിയാ പ്രവാചകൻ, പിന്നൊന്ന് മോശ, വേറെ ഒരു പുള്ളിയും കൂടെ ഉണ്ട്. ആരാ? ഹേനോക്ക്. പുള്ളിയെ ചരിത്രാതീത കാലത്ത് എന്നുള്ള അല്ലെങ്കിൽ പ്രിമീവൽ ഹിസ്റ്ററി എന്നുള്ളതായതുകൊണ്ട് പുള്ളിയെ കുറിച്ച് അധികം നമുക്ക് അറിയത്തില്ല. പക്ഷേ ചരിത്രത്തിൽ ജീവിച്ച 2 പേര് ആരൊക്കെയാണ്? ഏലിയായും മോശയും. അവർ 2 പേരും ഈശോയെ കാണാൻ വരിക. ഈ മോശ ഈശോയോട് പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? ഉടനെ സംഭവിക്കാനിരിക്കുന്ന അവൻ്റെ പുറപ്പാടിനെ കുറിച്ച്. ദൈവമേ, അപ്പോഴെനിക്ക് മനസ്സിലായത് പഴയ നിയമത്തിൽ വലിയൊരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചേക്കുക. ജോഷുവായുടെ നേതൃത്വത്തിൽ ഈ ജനം കാനാൻ ദേശത്ത് കയറിയെങ്കിലും അതുങ്ങൾ അവിടെ തല്ലും അലമ്പും അടിപിടിയും കലഹവും എല്ലാം നഷ്ടപ്പെടുത്തിയും കളഞ്ഞു. അതുങ്ങൾ എന്തിനാ മെനക്കെട്ട് അവിടം വരെ ചെന്നേന്ന് നമുക്ക് തോന്നും, അല്ലേ? തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ചെന്നിട്ട് പിന്നെ അവിടെ ഒഴുകിയത് തേനും പാലും ഒന്നുമല്ല, ചോരപ്പുഴയാണ്, അടിപിടിയാണ്, അശുദ്ധിയാണ്, വിഗ്രഹാരാധനയാണ്, തിന്മയുടെ ഒരു കൂത്താട്ടമാണ് പിന്നെ കാനാൻ ദേശത്ത് നടക്കുക. സത്യത്തിൽ ആ പുറപ്പാട് ഒന്നും എത്തിയില്ല. മോശ നിർത്തിവെച്ച ആ പുറപ്പാട് തുടരുന്ന ഒരു ജോഷുവ, യഥാർത്ഥ ജോഷുവ വരാനിരിക്കുക. ഈശോ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? അത് ഈശോ എന്ന പേര് ഹീബ്രുവിൽ പറഞ്ഞ എന്താണ്? യഹോഷുവ. ജോഷുവ എന്ന പേരാണ് ഗ്രീക്ക് ഭാഷയിലെത്തിയപ്പോൾ എന്തായത്? യേശു എന്നായി മാറി. മനസ്സിലായോ? അതായത് യഥാർത്ഥ പുറപ്പാട് തുടരുന്ന ആരാണ്? ഈശോയാണ്. ആ ഈശോയുടെ കൂടെ കാനാൻ ദേശത്ത് കയറാൻ വേണ്ടി മോശ വെയിറ്റ് ചെയ്യുമായിരുന്നു. മനസ്സിലാവുന്നു? അതായത് നമുക്ക് ചിലതിനെ കൂട്ടി വായിക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി, നിരാശപ്പെട്ടു പോയി എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ വചനം നമുക്ക് പറഞ്ഞു തരുന്നു, തമ്പുരാനോട് വിശ്വസ്തത പുലർത്തിയവന്റെ ഒരു നിമിഷത്തെ നന്മ പോലും ദൈവം നഷ്ടപ്പെടുത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷത്തിൻ്റെയും സാധ്യതകളെ ദൈവമായ കർത്താവ് വിലമതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതാണ് രണ്ടാമത്തെ മനോഭാവം. ഏതാണ്? രക്ഷ ഒരു തുടർ പ്രക്രിയയാണ് എന്ന സത്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. മൂന്നാമത്തെ മനോഭാവം, മൂന്നാമത്തേത് ഇനി ഇത്രയും സമയം എടുക്കാതെ ഞാൻ പറയാം, അല്ലെങ്കിൽ 7 എന്ന് പറഞ്ഞിട്ട് ഞാൻ 3 കൊണ്ട് നിർത്തി പോകേണ്ടി വരും. അതുകൊണ്ട് മൂന്നാമത്തെ മനോഭാവം എന്ന് പറയുന്നത് രക്ഷ എല്ലാ തലങ്ങളെയും ബാധിക്കുന്ന സത്യം, മനുഷ്യന്റെ സമഗ്രതയെ ബാധിക്കുന്നതാണ് രക്ഷ. ശരീരത്തെ മാത്രമായിട്ടൊരു രക്ഷയില്ല, ആത്മാവിന് തന്നെ ഒരു രക്ഷയില്ല, മനസ്സിന് തന്നെ ഒരു രക്ഷയില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ത്രിവിധ സത്യങ്ങൾ ചേർന്നത്. ഏതൊക്കെയാണ്? ശരീരം, മനസ്സ്, ആത്മാവ്. ഇത് മൂന്നും ഒരുപോലെ രക്ഷിക്കപ്പെടുമ്പോഴേ മനുഷ്യരക്ഷ പൂർണ്ണമാകുന്നു. അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും
ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവും. ദൈവത്തെ വിശേഷിപ്പിക്കുന്ന അങ്ങനെയാണ്. ദൈവം ആത്മാവിൻ്റെ മാത്രം കാര്യം നോക്കുന്നവനല്ല. പലർക്ക് ആത്മീയർക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ് ദൈവം ആത്മാവിനെ മാത്രം നോക്കുന്നവനോ. ദൈവമായ കർത്താവ് നിന്റെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ഒരുപോലെ രക്ഷിക്കുന്നവനാണ്. ഇത് ഒരുപോലെ രക്ഷപ്പെട്ടെങ്കിലേ രക്ഷയാവും. ഇല്ല എങ്കിൽ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങും എത്തുന്നില്ല മനുഷ്യൻ. അതിബുദ്ധിമാന്മാരായ പിള്ളേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിബുദ്ധിമാന്മാര്, വലിയ IIT-യിലൊക്കെ പ്രൊഫസർമാരായ പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരു കൊച്ച്, ആ ഒരു കൊച്ചിനെ ഈ IIT പ്രൊഫസറായ മകൻ ആളുകൾ എടുത്തിട്ട് തല്ലി, കൈയെല്ലാം കാലും തല്ലി ഒടിച്ചു കഴിഞ്ഞപ്പോൾ അതിനെയും കൊണ്ട് അമ്മ ധ്യാനം കൂടാൻ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അന്വേഷിച്ചപ്പോൾ പറഞ്ഞ എന്നാന്നോ, അതിബുദ്ധിമാനാണ്, IIT പ്രൊഫസറായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കൊച്ചിന് എത്തിപ്പെടാവുന്നതിൻ്റെ ഏറ്റവും വലിയ സ്ഥലത്തെത്തിയത്. ആ കൊച്ച് എന്തിനാ ആളുകൾ വന്ന് തല്ലി കൈയൊടിച്ചതെന്നോ, അവൻ കൂട്ടുകാരൻ്റെ ഭാര്യയെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്നു ഇങ്ങോട്ട്. അതിബുദ്ധിമാനാ. അപ്പൻ ചോദിച്ചത് എവിടെ നാളായത്? ഇതാതായി പെണ്ണ്, എൻ്റെ ഭാര്യ. ഞങ്ങളറിയാ നിനക്കൊരു ഭാര്യയോ? അപ്പൻ ചോദിച്ചപ്പോൾ ഇവന്റെ മറുപടി ടീച്ചർ തന്നെയാ പറഞ്ഞു, അമ്മ പറഞ്ഞു. അതിന് അപ്പം ഭാര്യയെ കണ്ടുപിടിച്ചപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു. മകൻ അപ്പനോട് ചോദിക്കുന്ന അതിബുദ്ധിപൂർവമായ ചോദ്യം. തല മാത്രം വളരുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ആത്മാവില്ല എന്ന് ഈ ആധുനിക ലോകം പറഞ്ഞു വെച്ചു. പല കാരണവന്മാരും അതൊക്കെ ശരിയാണെന്നും പറഞ്ഞു. എന്നാ പള്ളിയിൽ പോക്ക്, എന്തിന് മതപരിശീലനം, വേദപാഠം പഠിക്കുന്നു, മതബോധം, എന്നാ അതൊക്കെ പഠിച്ചാൽ ജോലി കിട്ടൂ, നീ എങ്ങും പോകണ്ടാണ്. അതിനൊന്നും ആത്മാവിനെ പരിഗണിച്ചില്ല, ശരീരത്തെ പരിഗണിച്ചു. പാശ്ചാത്യ ലോകത്തും സംഭവിച്ച കുഴപ്പം അത്. എന്ത് സംഭവിച്ചു? ആത്മാവില്ല, ശരീരത്തെ മാത്രം, അല്ലെ ബുദ്ധിയെ, മനസ്സിനെ മാത്രം പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ശരീരത്തിന് വേണ്ടത് മാത്രം മതി മനുഷ്യന്, ആത്മാവിന് വേണ്ടതൊന്നും ആർക്കും ആവശ്യമില്ലാത്ത ഗതികേടിലെത്തി. ശരീരത്തിന് മാത്രം താല്പര്യമുള്ള കാര്യങ്ങൾ, അതിനോടാണ് താല്പര്യം. ഈ വളർച്ച സമഗ്രമാകണം പ്രിയപ്പെട്ടത്. അല്ല എങ്കിൽ പണ്ട് ഏതോ പഞ്ചതന്ത്രം കഥയിൽ, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൊരു കഥയുണ്ട്. ഒരു കുറുക്കൻ എവിടുന്നോ എടുത്തിയാടി ഓടുമ്പോൾ നെയ്ത്തുകാരൻ കലക്കി വെച്ച നീല ചായത്തിനകത്തേക്ക് വീണു കഴിഞ്ഞപ്പോൾ ആ കുറുക്കൻ എഴുന്നേറ്റ് കുടഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറുക്കൻ നീല നിറത്തിലായി. ബാക്കി കുറുക്കന്മാർക്കെല്ലാം അവനോട് ഭയങ്കര ആദരവ്. മറ്റു കുറുക്കന്മാരും കുറുക്കികളും ഒക്കെ ഇവനെ കണ്ട് തലകുനിച്ച് ഒച്ചാനിച്ച് നിൽക്കാൻ തുടങ്ങി. പുലിയും കടുവായും സിംഹവും പോലും ഈ അത്ഭുത ജീവിയെ കണ്ട് അമ്പരന്നു. സാവകാശം മറ്റ് മൃഗങ്ങളെല്ലാം പറഞ്ഞു, ഇത് ഈ കാടിൻ്റെ ദേവനാണ്. മൃഗങ്ങളെല്ലാം ഈ കുറുക്കന് വേണ്ടത് എത്തിച്ചു കൊടുക്കും. കുറുക്കൻ ഇങ്ങനെ സിംഹാസനത്തിൽ ഞെളിഞ്ഞിരിക്കുകയാണ്. ഒരു നാൾ തീനും കുടിയും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റു കുറുക്കന്മാര് ഓലിയിടുന്നത് കേട്ടപ്പോൾ ഈ കുറുക്കൻ അറിയാതെ ഓലിയിട്ടു പോയി. അപ്പോൾ മറ്റ് മൃഗങ്ങൾക്ക് മനസ്സിലായി, ഇവൻ ദേവനൊന്നുമല്ല, ഇവൻ വെറുമൊരു കുറുക്കനാണ് എന്ന് കണ്ട് അതിനെ കൊന്നു എന്നാണ് കഥ. ഈ കഥയുടെ സാരം എന്താ എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, മാനസാന്തരം, രക്ഷ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ചില ഗിമിക്കുകളല്ല, ഇങ്ങനെ ചില അഭിനയങ്ങളല്ല, ഇങ്ങനെ ചില വേഷപ്പകർച്ചകളല്ല. മറിച്ച് രക്ഷ നിന്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന സത്യമാണ്. ശരീരത്തെ, നാലാമത്തെ കാര്യം അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാതെ പ്രിയപ്പെട്ടവരെ രക്ഷയെക്കുറിച്ച് ആരും സ്വപ്നം കാണേണ്ടത്. ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ട് നിനക്ക് രക്ഷയെക്കുറിച്ച് പറയാനാവും.
മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ പാപ സാഹചര്യങ്ങളെ വെടിയാതെ രക്ഷയിലേക്ക് നമുക്ക് വളരാൻ പറ്റിയ പാപ സാഹചര്യങ്ങൾ വെടിയണം. ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൊച്ചൻ, അവനെ അവൻ്റെ മാതാപിതാക്കള് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അവന് എഞ്ചിനീയറിങ്ങിന് തീരെ മാർക്ക് കുറഞ്ഞു. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും എല്ലാത്തിനും A+ കിട്ടി. ഓപ്പൺ മെറിറ്റിൽ നല്ല റാങ്കോടുകൂടി അവൻ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവേശനം കിട്ടി. പക്ഷെ എന്നാ സംഭവിച്ചേ? കോളേജ് എന്ന് 3ാം സെമസ്റ്റർ ആയപ്പോഴത്തേക്കും എഞ്ചിനീയറിങ്ങിൻ്റെ വിഷയങ്ങളിലെല്ലാം തോക്കാൻ തുടങ്ങി. തോറ്റു വന്നപ്പോൾ മാതാപിതാക്കൾക്ക് പേടി. ഇവൻ ആരോ കൈവശം കൊടുത്തു. ഇതാണ് അവൻ്റെ റൂംമേറ്റ് ഒരു അന്യമതസ്ഥനുണ്ട്, അവൻ ഇവന് കൈവശം കൊടുത്തു. മാതാപിതാക്കളുടെ വശം. ഇവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വലിയ അശുദ്ധിയാണ് കാണപ്പെടുന്നത്. ഞാൻ മാതാപിതാക്കളോട് പുറത്തു പോയിക്കോളാൻ പറഞ്ഞ് കൊച്ചിനോട് ചോദിച്ചു. അവൻ പറഞ്ഞു അവന് ഈ പോർണോഗ്രഫി, ഇന്റർനെറ്റിലെ അശ്ലീല വീഡിയോകളിൽ അഡിക്റ്റായിപ്പോയി, അതിന് അടിമയായിപ്പോയി ആ കൊച്ചു. അതുകൊണ്ട് അവൻ ക്ലാസ്സിൽ പോക്ക് തന്നെ വളരെ കുറവാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത്താഴം പോലും വേണ്ടാന്ന് വെച്ച് ഈ അശുദ്ധിയുടെ ലോകത്തേക്ക് വീണു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവജനങ്ങളെ നശിപ്പിക്കാൻ പിശാച് കണ്ടുപിടിച്ച ഏറ്റവും ഹീനമായ തന്ത്രമാണ് എന്ത്? ഈ പോർണോഗ്രഫി. ശരിക്കും അശുദ്ധിയുടെ ലോകത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിടുക. രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചാൽ പോരാ, പാപ സാഹചര്യങ്ങളിൽ നിന്ന് നീ മാറി നിൽക്കാൻ തയ്യാറുണ്ട്. ആ കൊച്ചെന്നോട് ചോദിച്ചു, എങ്ങനെയാച്ചാ മാറി നിൽക്കുക? നിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ നീ അങ്ങ് വേണ്ടാന്ന് ചോദിക്കും. അത് വേണ്ട, അതില്ലേലും നിനക്ക് പഠിക്കാം. മറിച്ച് ഈ അശുദ്ധിയുടെ ലോകത്തേക്ക് നിന്നെ ബന്ധിപ്പിക്കുന്ന ഈ കണ്ണി അറക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഉണ്ട്. രക്ഷയെക്കുറിച്ച് പറയാം. ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ചാണകക്കുഴി. ഞാനൊരു കർഷകന്റെ മകനായതുകൊണ്ട് എൻ്റെ ഉദാഹരണങ്ങളൊക്കെ കാർഷികമായി. ചാണകക്കുഴിയുടെ വക്കേ ചെന്ന് നിങ്ങൾക്കറിയാം ഇതിനകത്ത് എന്താണുള്ളത്? ചാണകം. ഇതിനകത്തേക്ക് ചാടിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം. ദേഹം മുഴുവൻ ചാണകം പറ്റും, ചാണകത്തിൻ്റെ ദുർഗന്ധമാണ്. ഇതറിഞ്ഞോണ്ട് നീ അതിനകത്തേക്ക് പോയി ചാടി കയറി വന്നേച്ച് പറയും, അയ്യോ എൻ്റെ ദേഹത്ത് ചാണകം പറ്റിയേ. കരഞ്ഞത് വല്ല കാര്യമുണ്ടോ? നിനക്കറിയാം ഈ കുഴിയിൽ എന്താ ഉള്ളത് എന്ന്. ഇതിനകത്ത് ചാടിയിട്ടുള്ള സകലരുടെയും ദേഹത്ത് എന്താ പറ്റിയിട്ടുള്ളതെന്ന് നിനക്കറിയാം. എന്നിട്ടും നീ ആ കുഴിയിലേക്ക് മനഃപൂർവ്വം പോയി ചാടുകയാണെങ്കിൽ, അല്ലയോ സഹോദര സഹോദരി, തമ്പുരാന്റെ കുറ്റമാണ്. നമ്മൾ ആലോചിച്ച് നോക്കും. രക്ഷ എന്നത് പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മനസ്സാണ്. അതാണ് ഞാൻ ഈ 4ാമത്തെ കാര്യമായിട്ട് പറഞ്ഞത്. അതായത് ശരീരത്തെ നിയന്ത്രിക്കണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സ്. പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിനാണ് നമ്മുടെ ഈ ശരീരം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നമ്മുടെ നിയന്ത്രണത്തിൽ കിട്ടിയത്. അതുകൊണ്ടാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നതിന് പരിത്യാഗ പ്രവർത്തികൾ. ഈശോ പറഞ്ഞില്ലേ, ഉപവാസം, പ്രാർത്ഥന ഇവ കൂടാതെ ഈ ജാതികൾ പുറത്തു പോവുകയില്ലെന്ന്. ഏത് ജാതികളെ കുറിച്ചാ പറഞ്ഞേ? മറ്റേ പുള്ളിയെ കുറിച്ചാ പറഞ്ഞു. അവനൊന്നും പുറത്തു പോവുകയില്ല. അതായത് ശരീരം കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാത്തിടത്തോളം കാലം എന്താണ്? പാപ ബന്ധനങ്ങൾ വിട്ടുപോകും. അതാണ് ഈ പരിത്യാഗ പ്രവർത്തികൾ. എല്ലാ ദിവസവും ആത്മശോധന നടത്തണം. ഒരു പരിത്യാഗവും ഇന്ന് ചെയ്തില്ല എന്ന് തോന്നുവാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് മുട്ടയിൽ നിന്ന് കൈ വിരിച്ച് പിടിച്ച് ഒരു കരുണയുടെ ജപമാല ഒരു ദശകമെങ്കിലും ചൊല്ലിയിട്ട് കയറി കിടന്നുറങ്ങും. ശരീരത്തെ നിയന്ത്രിക്കാത്തവൻ
ആത്മീയതയിൽ എങ്ങും എത്തുന്നു. പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറഞ്ഞു, ഗലാത്യ ലേഖനം ഇല്ലേ, ഗലാത്യ ലേഖനം, നമ്മുടെ പേജ് കാറ്റത്ത് മറിഞ്ഞുപോയി, ഇപ്പം പൗലോസ് അല്ല എൻ്റെ കയ്യിലിരിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 5-ാം അധ്യായം, ആത്മാവിനെയും ജഡത്തെയും തമ്മിൽ ബന്ധിക്കുന്നു. പൗലോസ് പറയുന്നുണ്ട്, എന്താണ് ശ്ലീഹായുടെ അടിസ്ഥാന പ്രമാണം? ജഡികാസക്തിയിൽ കഴിയുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. യെസ്, ജഡത്തിന്റെ വ്യാപാരങ്ങൾ ദൈവത്തിന്റെ വ്യാപാരത്തിന് എതിരാണ്. റോമാലേഖനത്തിൽ വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, 6-ാം അധ്യായം 23-ാമത്തെ തിരുവചനം എന്താണ് പറഞ്ഞത്? പാപത്തിന്റെ ശമ്പളം മരണമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിക്ഷേപിച്ച ഈ രക്ഷയെ നമ്മൾ നശിപ്പിച്ചു കളയും. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, മലയാളത്തിൽ പറഞ്ഞാൽ ഒരാപ്പിളിനകത്ത് എത്ര കുരുവുണ്ടെന്ന് നിങ്ങൾക്ക് വേണേൽ എണ്ണി നോക്കാം. പക്ഷേ ഒരു കുരുവിനകത്ത് എത്ര ആപ്പിൾ ഉണ്ടെന്ന് ആർക്കെങ്കിലും എണ്ണാൻ പറ്റുമോ? ആ കുരു നട്ടിട്ട് ചെടിയുണ്ടായാൽ ആ ചെടിയിൽ എത്ര ആപ്പിൾ ഉണ്ടാകും? അതിലെ ഓരോ ആപ്പിളിൻ്റെ ഓരോ കുരുവിലും അനേകം ആപ്പിളുകൾക്കുള്ള സാധ്യതയുണ്ട്, ഇല്ലേ? അതാണ് പറയുന്നത്, രക്ഷയുടെ അനന്ത സാധ്യത നമ്മിലുണ്ട്. പക്ഷേ നമ്മൾ ആപ്പിളിൻ്റെ കുരു വറുത്ത് ഇടിച്ചു പൊടിച്ചേച്ചിരിക്കുകയാണ്. രക്ഷ വേണമെന്ന് പറ്റുമോ? പാപ സാഹചര്യങ്ങളിൽ നിന്നുള്ള അകൽച്ച, പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്ക് അടിസ്ഥാനപരമായ ആവശ്യം. പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും. എങ്ങനെയാണ് ഈ പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക? അതിനാണ് ഈശോ മിശിഹായെ നിരന്തരം നമുക്ക് സജീവമായി അനുഭവിക്കാൻ വേണ്ടി ദൈവം കൂദാശകൾ സ്ഥാപിച്ചു. തിരുസഭയിൽ കൂദാശാധിഷ്ഠിത ജീവിതം നയിക്കുക, അതാണ് രക്ഷയുടെ 5-ാമത്തെ വഴി. എന്താണ് 5-ാമത്തെ മനോഭാവം? ലീഡ് എ സാക്രമെന്റൽ ലൈഫ് ഇൻ ദ ചർച്ച്. സഭയുടെ കൂട്ടായ്മയിൽ കൗദാശിക ജീവിതം നയിക്കുക. കൂദാശകളെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആധുനിക കാലഘട്ടത്തിൽ പല വിഘടിത സഭകളും പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കൂദാശ എന്ന് പറയുന്ന ഒരു കർമ്മമല്ല. അതെന്താണ്? ഈശോ മിശിഹായോടൊത്ത് സജീവമായി ജീവിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരമാണ് കൂദാശ. വിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോൾ നിങ്ങൾ 2000 കൊല്ലം മുമ്പുള്ള ഒരു കാര്യത്തെ ഓർത്തെടുക്കുകയല്ല ചെയ്യുക, മറിച്ച് ക്രിസ്തു കുരിശിൽ മരിച്ച അർപ്പിച്ച ആ ബലിയെ ഇന്ന് ഇവിടെ സജീവമായി അനുഭവിക്കുന്ന അവസരമാണ് വിശുദ്ധ കുർബാന. കുംഭസാരത്തിൽ അങ്ങനെയാണ്, രോഗീലേപനത്തിൽ അങ്ങനെ. ശരിക്കും ഈശോ എന്ന വ്യക്തിയെ സത്യമായും വ്യക്തിപരമായും നമുക്ക് അനുഭവിക്കാൻ ദൈവം തന്ന അവസരമാണ് എന്ത്? കൂദാശ. അതുകൊണ്ടാണ് അപ്പസ്തോലിക സഭകളെല്ലാം കൂദാശകൾ അനുധാവനം ചെയ്യും. കൂദാശകളില്ലാതെ ആധ്യാത്മികതയില്ല എന്ന് നിങ്ങൾക്കറിയാം. അത് കത്തോലിക്ക സഭയാകട്ടെ, യാക്കോബായ സഭകളാകട്ടെ, അപ്പസ്തോലിക പാരമ്പര്യമുള്ള എല്ലാ സഭകൾക്കും പൊതുവായിട്ടുള്ളതാണ് എന്ത്? കൂദാശ. കാരണം ഈ കൂദാശകൾ ആത്യന്തികമായി അതിനെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന അതിൻ്റെ ഫലം നമുക്ക് വേണ്ട രീതിയിൽ എടുക്കാൻ കഴിയാത്തത്, അത് മനസ്സിലാകാത്തതുകൊണ്ട്. എന്താണ് ഇത്? പണ്ടെന്നോ കഴിഞ്ഞുപോയ ഒരു സംഭവത്തെ ഓർക്കുന്ന ഒരു ചടങ്ങല്ല, അല്ലേ? ആളുകൾ ചോദിക്കുന്നത് പള്ളിയിലെ ചടങ്ങൊക്കെ കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? ആളുകൾ, ചേട്ടന്മാർ ചോദിക്കുന്നത്, എന്തെങ്കിലും ഫോൺ വിളിച്ച്, അച്ഛാ പള്ളിയിലെ ചടങ്ങൊക്കെ കഴിഞ്ഞോ? സുഹൃത്തെ, പള്ളിയിൽ ഒരു ചടങ്ങും ഇല്ല. മനസ്സിലായോ? പള്ളിയിൽ എന്താണുള്ളത്? ദൈവപുത്രൻ 2000 കൊല്ലം മുമ്പ് പലസ്തീനായിൽ എന്ത് ചെയ്തോ അതവൻ ഇന്നും തുടർന്ന് ചെയ്യുന്ന
വേദിയാണ് ദേവാലയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞൊരു രംഗം, സ്വർഗത്തെ കുറിച്ച് പറയുന്ന ഒരു രംഗം. യോഹന്നാന്റെ വെളിപാട് ഗ്രന്ഥം നിങ്ങൾക്ക് പരിചയമുണ്ട്. വായിച്ചാൽ ഒന്നും മനസ്സിലാകില്ലാത്തൊരു പുസ്തകമാണ്, അല്ലയോ? ഞാൻ ഒരു സെമിനാരിയിൽ വെളിപാട് പുസ്തകം പഠിപ്പിക്കേണ്ട ചുമതല എനിക്കുണ്ട്. പിള്ളേര് ഇതെന്നാ പുസ്തകം വെച്ചാൽ ഇത് ആരാ എഴുതിയെന്ന് ചോദിക്കുന്നു. ഇത് വായിച്ചാൽ ദിക്കും ഒരു തുമ്പും തുരാലും ഇല്ലാത്ത പുസ്തകം. ശരിയാ, അത് വായിക്കുമ്പോൾ ചക്കെന്ന് പറഞ്ഞാൽ കൊക്കുന്ന ഉദ്ദേശിക്കുന്നത്. അന്നേരം അത് വായിച്ചാൽ മനസ്സിലായി. അത് കാലത്തെ സാഹിത്യ ശൈലിയിലും പ്രതീകങ്ങളിലും എഴുതപ്പെട്ടത്. വളരെ സൂക്ഷ്മതയോടെ പഠിച്ചാലേ നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റൂ. വെളിപാട് പുസ്തകം 5, 6, 7 അധ്യായങ്ങളിൽ ഒരു രഹസ്യം പറയുന്നുണ്ട്. സ്വർഗം കാണും. യോഹന്നാൻ ശ്ലീഹായിക്ക് മാലാഖ സ്വർഗം കൊണ്ട് കാണിച്ചു കൊടുക്കുക. ആ സ്വർഗത്തിൽ എന്നതാ ഉള്ളതെന്നാ പറയും. സ്വർഗത്തിൽ മാലാഖ കാണിച്ച ആ രംഗങ്ങൾ എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങൾ ഇതൊക്കെ പരിചയമുള്ളവരാ. ലത്തീനിലൊരു ചൊല്ലുണ്ട്, ഇന്റലിജന്റി പാവൂക്ക എന്നാണ് ലത്തീനിലെ ചൊല്ല്. പറഞ്ഞാൽ എന്താന്ന്, ബോധമുള്ളവരോട് ഇച്ചിരി പറഞ്ഞാൽ മതി അല്ലേ? ഈ നൈറ്റ് വിജിലിന് വരുന്നവരൊക്കെ നല്ല ബോധമുള്ളവരായതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇച്ചിരി പറയുന്നു. ഈ യോഹന്നാൻ ശ്ലീഹ 5, 6, 7 അധ്യായങ്ങളിൽ പറഞ്ഞു വയ്ക്കുകയാണ്, ഈശോ മിശിഹ സ്വർഗം കാണിച്ചു കൊടുക്കുക. ഈ സ്വർഗത്തിൽ എന്നതാ ഉള്ളത്? സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സിംഹാസനം, അതിൻ്റെ വലതുവശത്ത് കൊല്ലപ്പെട്ട കുഞ്ഞാട്, ഇടതുവശത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നിങ്ങൾ നോക്കുക, ബലിപീഠം എന്ന് പറയുന്ന അതാണ്. ബലിപീഠത്തെ എല്ലാ ആരാധനാക്രമങ്ങളും എങ്ങനെയാണ് വിളിക്കുക? ദൈവത്തിൻ്റെ സിംഹാസനം എന്നാണ് വിളിക്കുക, അല്ലേ? ബലിപീഠത്തിൻ്റെ വലതുവശത്ത് സാധാരണഗതിയിൽ എന്ത് വെക്കും? ബൈബിള് വെക്കും. ആ ബൈബിൾ ആരെ സൂചിപ്പിക്കുക? ഈശോയെ സൂചിപ്പിക്കും, പുത്രൻ തമ്പുരാനെ സൂചിപ്പിക്കും. അതിൻ്റെ ഇടതുവശത്ത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കും. നോക്കുക പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും എന്നാ ചെയ്യുന്നത്? സ്വർഗത്തിൻ്റെ വിരി തുറക്കുമ്പോൾ സ്വർഗസ്ഥരായവരെല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ച് പാടുകയാണ്. എന്താ പാടുന്നേ? സർവാധിപനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞാൻ ഒരു ഓക്സ്ഫോർഡ് പ്രൊഫസർ പ്രസംഗിക്കുന്ന കേട്ടു. ഞങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി വന്ന് പ്രസംഗിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് ഈ ഈസ്റ്റ് സിറിയൻ ആരാധനാക്രമത്തെ കുറിച്ചാണ്. സീറോ മലബാർ സഭകള്, തൃശ്ശൂര് ഷൂറായി സഭകള്, അതുപോലെ ഈസ്റ്റ് സിറിയൻ ആരാധനാക്രമത്തിലുള്ള എല്ലാ സഭകളുടെയും ആരാധനാക്രമം, അതിനെ കുറിച്ചാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഈ ഓക്സ്ഫോർഡ് പ്രൊഫസർ, അയാൾ ഈസ്റ്റ് സിറിയൻ ഒന്നുമല്ല, അയാൾ ശുദ്ധ സായിപ്പാണ്. അയാൾ പ്രസംഗിക്കുകയാണ്, ഈ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ സ്വർഗത്തെ എങ്ങനെ കണ്ടോ അതുപോലെ ഈ ഖുർആൻ എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. വിരി തുറന്നപ്പോൾ സർവാധിപനാം പാടുന്നു എല്ലാവരോട്, അല്ലേ? എന്നിട്ടോ മാലാഖമാർ പരിശുദ്ധൻ 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 എന്ന് പാടുന്നു. അതുണ്ട് ഖുർആനിൽ, അല്ലേ? ഓരോ റീത്തിലും അത് വ്യത്യസ്ത സ്ഥലത്താണെന്നേ ഉള്ളൂ. എല്ലാ ആരാധനാക്രമത്തിലും അതുണ്ട്. ആന്ത്യോക്യൻ ആരാധനാക്രമം, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. അത് തന്നെയാണ് സീറോ മലബാർ കുർബാന ഇച്ചിരി ചെറിയ ഭാഷ പറയുന്നേ ഉള്ളൂ. എല്ലാ ആരാധനാക്രമത്തിലും ഉണ്ട്. തുടർന്ന് സ്വർഗവാസികൾ എല്ലാവരും കേൾക്കെ മാലാഖ തുകൾ ചുരുൾ നിവർത്തി വചനം വായിക്കുന്നു. അതെവിടെയുണ്ട്? ഈ കുർബാനയിലുണ്ട്, ഇല്ലയോ? യെസ്. അതിനുശേഷം സ്വർഗവാസികൾ ഒന്നിച്ച് ഓശാന പാടും. കുർബാനയിലില്ലേ അത്? കൊല്ലപ്പെട്ട കുഞ്ഞാടിന്റെ മാംസവും രക്തവും പകുത്ത് നൽകുന്നു. ആര്? ഈ കൊല്ലപ്പെട്ട കുഞ്ഞാട് ആരാണ്? ഈശോ മിശിഹ. സ്വർഗത്തിൽ ചെന്നാൽ ഇതൊക്കെയാ പരിപാടി എന്ന് പറഞ്ഞേക്കും. ഇതെവിടെയുണ്ട്?
ഈ കുർബാനയിലുണ്ട്. അതുകൊണ്ട് അമ്മച്ചിമാരെ കുർബാനയ്ക്ക് പോയിരുന്ന് ഉറങ്ങിയാൽ, പല വിചാരപ്പെട്ടിരുന്നാൽ നിങ്ങളെ സ്വർഗത്തിൻ്റെ 7 അയലോകത്ത് കയറ്റാനുള്ള സാധ്യതയില്ല. കാരണം എന്താ? നിങ്ങൾക്ക് സ്വർഗം മഹാ ബോറിംഗ് ആയിരിക്കും. അരമണിക്കൂർ 3/4 മണിക്കൂർ കുർബാനയ്ക്കിരിക്കുമ്പോൾ ബോറടിച്ചാൽ എന്ത് സംഭവിക്കും? സ്വർഗത്തിൽ പരമ ബോറായിരിക്കും. സ്വർഗത്തിൽ പോകാനുള്ള മോഹം പല ചേട്ടന്മാരുടെ ഇതോടെ തീർന്നു എന്ന് എനിക്കറിയാം. ഇപ്പം ഇവിടെ ഇരുന്നപ്പോൾ അയ്യോ, സ്വർഗത്തിൽ നമ്മുടെ ഭൂമിയിലെ കുർബാനയ്ക്ക് ഒരേ ഒരു ആശ്വാസമേ ഉള്ളൂ. വാച്ചയെ നോക്കിയിരുന്ന ഇത് 1 മണിക്കൂർ കഴിയുമ്പോൾ തീരും. സ്വർഗത്തിലെ കുർബാനയോ തീരാത്ത കുർബാനയോ. പിന്നെ ഒരാശ്വാസം മാത്രം, യോഹന്നാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, അവിടെ പ്രസംഗമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, പള്ളിയിലച്ഛൻ്റെ പ്രസംഗമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ് പ്രിയപ്പെട്ടവരെ, അപ്പൊ നോക്കി, ഈ കൂദാശ എന്ന് പറയുന്നത് ആത്യന്തികമായി എന്താണ്? സ്വർഗത്തെ, ഈശോ മിശിഹായെ നാം സത്യമായും വ്യക്തിപരമായും അറിയുന്ന, അനുഭവിക്കുന്ന വഴിയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ്, എൻ്റെ ശരീരം ഭക്ഷിക്കാതെ എൻ്റെ രക്തം പാനം ചെയ്യാതെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവില്ല. നോക്കിക്കേ, ചില ക്രിസ്ത്യാനികൾക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്. അവരെ ആരോടൊക്കെയുള്ള വാശിക്ക് ഈ കൂദാശകളൊക്കെ ഇട്ടെറിഞ്ഞേച്ച് പോയി. പാവങ്ങൾ അവരെല്ലാം പറയുന്നത് എന്താണ്? ഈ ലോകത്ത് കുറേക്കൂടെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള, കുറെ ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാക്കാനുള്ള സുവിശേഷം അവർക്ക് പറയാൻ പറ്റൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നു, ഒരു സത്യമാണ്. അതായത് നിങ്ങൾ കൂദാശകൾ ഏത് വിശ്വാസി ഉപേക്ഷിച്ചോ സ്വർഗം നിനക്ക് ഒരു മരീചികയായി ശേഷിക്കുന്നു. കാരണം എന്താണ്? പ്രിയപ്പെട്ട സഹോദര സഹോദരി, സ്വർഗത്തെ ഈ ഭൂമിയിൽ അനുഭവിക്കാനും സ്വർഗത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവപുത്രന്റെ സത്യവും സജീവവും വ്യക്തിപരവുമായ സാന്നിധ്യം ഈ ഭൂമിയിൽ അനുഭവിക്കാനും കഴിയുന്ന വഴികളാണ് ഏത്? കൂദാശകൾ. മനസ്സിലായോ? 6ാമത്തെയും 7ാമത്തെയും പടികളെ കുറിച്ച് ഞാൻ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കും. 6ാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ദൈവം നിരന്തരമായി നമുക്ക് പലരിലൂടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അത് അവഗണിച്ചുകൊണ്ട് ജീവിച്ചാലോ എന്ത് സംഭവിക്കും? ഹൃദയം കഠിനമായി. ബൈബിളിൻ്റെ ഒരു പദപ്രയോഗം, ഹൃദയം കഠിനമാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഉടയതമ്പുരാൻ പറഞ്ഞ ഒരു കാര്യത്തെ ഒരു മനുഷ്യൻ അവഗണിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഹൃദയം കഠിനമാകും. മനസ്സിലാകുന്നു? വിശുദ്ധ ആഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞു തന്നൊരു സത്യമുണ്ട്. ദൈവം നിന്നോട് കാര്യങ്ങൾ പറയും, കുറെ നാളായിട്ട് നീ അതൊന്നും വകവയ്ക്കുന്നില്ലല്ലോ, പറച്ചിൽ നിർത്തും. നിങ്ങൾ ചെയ്യുന്ന അങ്ങനെയല്ലോ. ചേട്ടനോട് എൻ്റെ മനുഷ്യനെ കുടിക്കരുത്, നിങ്ങൾ ഈ മദ്യപാനം നിർത്തിയില്ലെങ്കിൽ നമ്മുടെ കുടുംബം കുട്ടിച്ചോറാകും ചേടത്തി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 2-3 കൊല്ലം പറഞ്ഞു കഴിഞ്ഞേച്ചിട്ട് ആദ്യം പോയി കുടിച്ച് ആകട്ടെ, ഞാൻ എന്നാ ചെയ്യാൻ? ചേട്ടത്തി പറച്ചിൽ നിർത്തും, ഇല്ലേ? പിള്ളേരെ നിങ്ങൾ ഗുണദോഷിക്കാറുണ്ട്. കുറെ ഗുണദോഷിച്ച് കഴിയുമ്പോൾ നിങ്ങൾ നിർത്തും. അടിച്ചതിലേ പോകുന്നില്ലേ, പോയതിലേ അടിച്ചേക്കും. അതാണ് മനുഷ്യന്റെ സങ്കല്പം. ആഗസ്തീനോസ് പുണ്യാളൻ പറയുകയാണ്, നമ്മൾ ഉടയതമ്പുരാന്റെ വാക്കുകളെ വിലവെക്കാതെ ഇരിക്കുമ്പോൾ പിന്നെ ദൈവം നമ്മളോട് സംസാരിക്കാതാവുന്നു എന്നാണ്. യെസ്, അതാണ് ഈ ഹൃദയം കഠിനമാകുന്ന അവസ്ഥ. ഒരു കാര്യം ശരിയാണ് എന്ന ബോധ്യം ദൈവം നമുക്ക് തന്നിട്ടും അതിനെ അവഗണിച്ച് ഒരു മനുഷ്യൻ തന്നിഷ്ടത്തിൻ്റെ വഴിയെ ജീവിച്ചു തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എവിടെ എത്തിച്ചേരുന്നു? ഹൃദയം കഠിനമാകുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. ഈ ഹൃദയം കഠിനമാകുന്ന അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു? ദൈവസ്വരങ്ങളൊന്നും പിന്നെ കേൾക്കാതാവും. ആരെന്നാ നല്ലത് പറഞ്ഞാലും പിന്നെ വകവയ്ക്കുക. നിങ്ങൾ എന്നാ നല്ല കാര്യം നിങ്ങളോട് പിള്ളേരോട് പറഞ്ഞാലും അവൻ തുള്ളിച്ചാടി പോകുന്നതാണ്. അതെന്താന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ്റെ ഹൃദയം കഠിനമായി കഴിഞ്ഞാൽ ആ മനുഷ്യനിലേക്ക് നന്മയുടെ ഒരു പ്രകരണങ്ങളും പ്രവേശിക്കില്ല എന്നുള്ളതാണ് സത്യം.
ഒരു മനുഷ്യന് ചെന്നെത്താവുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. ഇതിനെയാണ് ഈശോ പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറയും. അതായത് സത്യം അറിഞ്ഞിട്ടും അതിനെ നിഷേധിച്ച് ജീവിക്കുന്ന അവസ്ഥ, അനുഭവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ദൈവഹിതം നിറവേറ്റാനുള്ള സന്നദ്ധത. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ളവർ ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ള ആഗ്രഹം വെടിയണം. ഈ ഭൂമിയിൽ എന്തേലും നേടാനുള്ള ആഗ്രഹം വെടിയണം, മറിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കണം. അവസാനമായി 7ാമത്തെ പടി. ഓരോ പടിയെക്കുറിച്ചും 2 മണിക്കൂർ പ്രസംഗിക്കേണ്ടതാണ്. അത് നിങ്ങൾ ശാന്തമായി ആലോചിച്ച് കണ്ടുപിടിച്ചാണ്. 7ാമത്തെ പടി എന്താണ്? നമ്മൾ അറിഞ്ഞ സത്യത്തെ, ഈശോ മിശിഹായെ പങ്കുവെച്ച് സാക്ഷ്യപ്പെടുത്തും. പങ്കുവെച്ച് സാക്ഷ്യപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മാത്രമേ ഒരുവന് സ്വർഗത്തിൻ്റെ വഴിയെ മുന്നേറാൻ പറ്റൂ. നമ്മൾ ഈശോ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിൽ ഈശോ ഒരു വികാരമൊന്നും ആയിട്ട് നിറഞ്ഞു നിൽപ്പില്ല. ഇന്ന് ഞാനൊരു സെമിനാരിൽ പഠിപ്പിച്ചിട്ട് ഞങ്ങളുടെ പാസ്റ്റർ സെൻറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൊച്ചും അമ്മയും അപ്പനും അവർ എന്നെ കാണാൻ വേണ്ടി വന്നിട്ട്, ആ കൊച്ച്, ഞാൻ ആദ്യമായിട്ടാണ് ആ കൊച്ചിനെ കാണുന്നത്. ഞാൻ ആ വീട്ടുകാരെയും കണ്ടിട്ടില്ല. ഞാൻ ആ കൊച്ചിനെ ആദ്യം കാണും. ആ കൊച്ചെന്നോട്, ഞാൻ മുറിയിൽ ചെന്ന് അവരുടെ കൂടെ ഇരുന്നു. കൊച്ചെന്നോട് ആദ്യമേ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഇന്ന് വരുന്ന വഴിക്ക് ഒരു ആനയെ കണ്ടു. എന്നോ ഭയങ്കരമാണ്. മാതാപിതാക്കൾ വേറെ വലിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവൻ നിർത്തുന്നില്ല. ഇവൻ ആ ആനയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ആനയുടെ തുമ്പിക്കോ, എൻ്റെ അച്ഛാ, ആന ഇത്രയും പൊക്കത്തിലുണ്ട്. അവൻ ആ മേൽക്കൂരയോളം ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ ആദ്യമായിട്ടൊരു ആനയെ കണ്ടതിൻ്റെ സകല അത്ഭുതവും ആനന്ദവും അവൻ പറയുന്നേരുണ്ട്. അതായത് ഒരു ആനയെ കണ്ടതിൻ്റെ അത്ഭുതം അവൻ്റെ മനസ്സിൽ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് അവൻ അത് പറയാതെ വേറെ ഒന്നും പറയാൻ പറ്റിയല്ല. ഇല്ലേ? നിങ്ങളുടെ കൊച്ചുങ്ങളെ കണ്ടാൽ നിങ്ങൾ സ്ഥിരം കേൾക്കുന്നത്. അതായത് അവരുടെ മനസ്സിലെന്തെങ്കിലും പതിഞ്ഞു പോയോ അത് നമ്മളെ കേൾപ്പിക്കാതെ, എടാ ഇന്ന് സ്കൂളിൽ എങ്ങനെയുണ്ടായിരുന്നു, ടീച്ചർ എന്നാ പഠിപ്പിച്ചേ, അതൊന്നല്ല അവൻ പറയുന്നത്. അവൻ ഈ ആനയുടെ കാര്യം പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താതെ അവൻ വേറൊരു കാര്യം സംസാരിക്കാൻ സമ്മതിക്കുക. ശരിയല്ലേ അമ്മമാരെ? ഇതാണ് ഈ സാക്ഷ്യം എന്ന് പറയും. അവൻ്റെ ഉള്ളിൽ ആ ബോധ്യമുണ്ട്. അവനത് പറയാതെ ഇരിക്കപ്പുറതിയിൽ. എന്തേ ഈശോ മിശിഹായെ കുറിച്ച് പറയാൻ നമുക്കൊന്നുമില്ലാതെ പോകും. നമ്മൾ രണ്ടുപേര് കാണുമ്പോൾ ചുമ്മാ ചപ്പും ചവറും വർത്താനം പറഞ്ഞും കുറ്റം പറഞ്ഞും ഒക്കെ നമ്മൾ നിന്ന് പോകുന്ന എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, മിശിഹാ നമ്മുടെ ഒന്നും വികാരമല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പങ്കുവയ്ക്കുക. സമയം, സമ്പത്ത്, ഇതൊക്കെ പങ്കുവയ്ക്കപ്പെടേണ്ടതാണ്. സർവോപരി പങ്കുവയ്ക്കപ്പെടേണ്ടത് ഈശോ മിശിഹാ എന്ന പരമസത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ 7 മനോഭാവങ്ങൾ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുമ്പോൾ ചിന്തിച്ചു നോക്കൂ. 7 കാര്യങ്ങൾ ഈശോയോട് പറയുന്നു. 7 മനോഭാവങ്ങളാണത്. സ്വർഗത്തിൻ്റെ വഴിയെ യാത്ര ചെയ്യാനുള്ള മനോഭാവം. പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ 7 സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? ഒന്നാമത്, രക്ഷ എന്നത് ഒരു തിരിച്ചറിവാണ്. എന്നാ തിരിച്ചറിയുന്നത്? ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ദൈവപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ ദൈവമകനായി, ദൈവമകളായി ഞാൻ മാറ്റപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായുള്ള തിരിച്ചറിവ്, രണ്ടാമതായി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? രക്ഷ ഒരു തുടർ പ്രക്രിയയാണ് എന്ന പരമാർത്ഥമായ സത്യം. രക്ഷ ഒരു നിമിഷം കൊണ്ട് ആരും രക്ഷപ്പെടുന്നില്ല. എത്ര ധ്യാനം കൂടിയാലും വഴിതെറ്റാനും ഇടറാനും പതറാനുമുള്ള സാധ്യത ശേഷിക്കുന്നുണ്ട് എന്ന വസ്തുതയെക്കുറിച്ച്. മൂന്നാമത്, രക്ഷ സമഗ്രമാണ്. നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ രക്ഷ പ്രാപിക്കുന്നെങ്കിൽ മാത്രമേ
മനുഷ്യ നീ രക്ഷപ്പെടുന്നുള്ളൂ എന്ന പരമാർത്ഥമായ സത്യത്തെ ഉൾക്കൊള്ളണം. നാലാമതായി പറഞ്ഞു, ശരീരത്തെ നിയന്ത്രിച്ച് പാപ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാതെ ഒരു മനുഷ്യനും രക്ഷ പ്രാപിക്കുന്നില്ല. അഞ്ചാമതായി നമ്മൾ പറഞ്ഞു, തിരുസഭയിൽ കൂദാശ ജീവിതം നയിക്കുന്നതാണ് രക്ഷയ്ക്കുള്ള ഏറ്റവും സുഗമമായ മാർഗം. ആറാമതായി നാം പറഞ്ഞു, ദൈവം നമുക്ക് തരുന്ന നിരന്തരമായ പ്രചോദനങ്ങളെ, നന്മയുടെ അറിയിപ്പുകളെ മറ്റുള്ളവരിലൂടെ, അത് മാതാപിതാക്കളിലൂടെ ആകാം, സഹോദരങ്ങളിലൂടെ ആകാം, ആത്മീയ പിതാക്കന്മാരിലൂടെ ആകാം, അതിനെ അവഗണിച്ചാൽ പിന്നെ ദൈവം നമുക്ക് ആ കൃപ നൽകാതിരിക്കും. അതുകൊണ്ട് എന്താണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതുപോലെ, ദൈവസ്വരത്തെ അവഗണിച്ച് ജീവിച്ചാൽ പിന്നെ നമുക്ക് ദൈവസ്വരം ലഭിക്കാതാവുന്ന അപകടമുണ്ട്. അവസാനമായി ഞാൻ പറഞ്ഞു, പങ്കുവെച്ച് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കും. സമ്പത്തും സമയവും മാത്രമല്ല പങ്കുവയ്ക്കേണ്ടത്, ഈശോ മിശിഹാ എന്ന പരമമായ സത്യത്തെ.